ഐനു സുബൈദ കനാലിൻ്റെ അടുക്കലാണുള്ളത്. മാഷാ അല്ലാഹ്, ഇത് അറഫയിലേക്കും മുസ്ദലിഫയിലേക്കൊക്കെ വരുന്ന ഹാജിമാർക്ക് വെള്ളം കിട്ടാനുള്ളൊരു സംവിധാനം ഹിജറ 1260 ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സുബൈദ എന്ന രാജ്ഞി നിർമ്മിച്ച കിലോ സ്വർണ്ണ നാണയങ്ങൾ ചെലവഴിച്ച് അത്രയും വില ചെലവഴിച്ച് നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് കാണാൻ. ചരിത്രം പറയുന്നത് ഹിജറ 1260 ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ അബ്ബാസിയ ഖിലാഫത്തിലെ രാജാവായിരുന്ന ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സുബൈദ എന്നവർ ഹജ്ജിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ അറഫയിലും മുസ്ദലിഫയിലൊക്കെ ഉള്ള ഹാജിമാർ വെള്ളത്തിന് വല്ലാതെ പ്രയാസപ്പെടുന്ന കണ്ടപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ എഞ്ചിനീയർമാരെ വിളിച്ചു കൂട്ടി അറഫയിലും മുസ്ദലിഫയിലുള്ള ഹാജിമാർക്ക് എങ്ങനെ വെള്ളം എത്തിക്കാമെന്നുള്ള ഒരു ചർച്ച നടത്തി. അപ്പോൾ അത് പ്രായോഗികമാവണമെങ്കിൽ ലൈഫ് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കണം. അതിന് വലിയ ഭീമമായ സംഖ്യ ചെലവ് വരുമെന്ന് എഞ്ചിനീയർമാർ അറിയിച്ചപ്പോൾ സുബൈദ എന്ന രാജ്ഞി പറഞ്ഞു, എൻ്റെ സർവ്വസമ്പാദ്യങ്ങളും ചെലവഴിക്കേണ്ടി വന്നാലും ഹാജിമാർക്ക് വെള്ളം കിട്ടാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടാലൊരു നടപ്പാതയാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഇത് നടപ്പാതയല്ല, ഇതാ കനാലിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഐനു സുബൈദ തോയിഫിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ കനാലുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തിലൂടെ കണ്ടോ, അഴുക്കുകളൊന്നും ഇതിലേക്ക് വരാതിരിക്കാൻ ഈ വെള്ളം ഉണ്ടോ, വെള്ളം ഒഴുകിയുന്ന കനാലാണ് യഥാർത്ഥത്തിൽ. ഇതുണ്ടോ, ഇങ്ങനെ ഈ നീളത്തിൽ ഫുള്ള് കനാലാണ്. ഇതാണ് ഐനു സുബൈദയുടെ അറഫയിലെ ഭാഗം. ഹാജിമാർക്ക് അറഫയിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന ഐനു സുബൈദ കനാലിൻ്റെ അറഫയിലെത്തി നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അറഫ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് തന്നെ.